ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന ആനുവൽ എക്സാമിൻ്റെ അടിസ്ഥാന പാഠാവലിയുടെ ചോദ്യോത്തരങ്ങൾ നോക്കിയാലോ? പ്രവർത്തനം 1, വായിക്കാം എഴുതാം. മണിമല. ഒരു കൊച്ചു ഗ്രാമം, ചെറുതെങ്കിലും മനോഹരം. മണിമല എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര്. മുത്തുകൾ കോർത്ത പോലെ മലകൾ നിരനിരയായി നിരന്നു കിടക്കുന്നത് കൊണ്ടാണ് ഗ്രാമത്തിന് മണിമല എന്ന പേര് വന്നത്. മുകളിൽ ആകാശം, തൂവെള്ള മേഘങ്ങൾ ഒഴുകി നടക്കുന്ന നീലാകാശം. അതിനു താഴെ മലനിരകൾ മടക്കുകളായി നിരന്നങ്ങനെ കിടക്കുന്നു. അതിന്റെ താഴ്വരയിലായി മനോഹരമായ കാട്. കാട്ടിൽ നിറയെ വലിയ മരങ്ങൾ. പലതരം കാട്ടുമൃഗങ്ങളും പക്ഷികളും ഉണ്ട്. മാൻ, മയിൽ, മുയൽ, മൈന, മാടത്ത, മ്ലാവ് തുടങ്ങിയ ധാരാളം പക്ഷിമൃഗങ്ങൾ. ചിലർ നൃത്തം ചവിട്ടുന്നു, ചിലർ ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്, മറ്റു ചിലർ വേട്ടയാടുന്നു. മരക്കൊമ്പുകളിൽ തൂങ്ങിയാടുകയാണ് കുരങ്ങന്മാർ. കാടിന്റെ മറുവശത്തായി വയലുകൾ, അതിൽ വിളഞ്ഞു നിൽക്കുന്ന നെന്മണികൾ. പാടവരമ്പിൽ മാവുകൾ, അതിൽ പഴുത്തു നിൽക്കുന്ന മാങ്ങകൾ. മാമ്പഴം തിന്നുന്ന പക്ഷികൾ. അങ്ങനെ നിരവധി കാഴ്ചകളാൽ സുന്ദരമാണ് മണിമല. ശശിധരൻ കല്ലേരി. ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. മുത്തുകൾ കോർത്ത പോലെ കാണപ്പെടുന്നത് എന്താണ്? മേഘങ്ങൾ, മലകൾ, മരങ്ങൾ, പക്ഷികൾ. എന്തായിരിക്കും? മുത്തുകൾ കോർത്ത പോലെ മലകൾ നിരനിരയായി നിരന്നു. അടുത്ത ചോദ്യം, ഗ്രാമത്തിന് മണിമല എന്ന പേര് വരാൻ കാരണമെന്ത്? തൂവെള്ള മേഘങ്ങൾ ഒഴുകി നടക്കുന്നതിനാൽ, പക്ഷിമൃഗാദികൾ ഉള്ളതിനാൽ, മലകൾ നിരന്നു കിടക്കുന്നതിനാൽ, വയലുകൾ ഉള്ളതിനാൽ. അപ്പൊ എന്തായിരിക്കും? ഗ്രാമത്തിന് മണിമല എന്ന പേര് വന്നത് മലകൾ നിരന്നു കിടക്കുന്നതിനാൽ. അടുത്ത ചോദ്യം, കുരങ്ങന്മാർ എന്താണ് ചെയ്യുന്നത്? തൂങ്ങിയാടുന്നു, പഴം തിന്നുന്നു, വേട്ടയാടുന്നു, ഓടുന്നു. എന്താണ് കുരങ്ങന്മാർ ചെയ്യുന്നത്? മരക്കൊമ്പുകളിൽ തൂങ്ങിയാടുകയാണ് കുരങ്ങന്മാർ. അടുത്ത ചോദ്യം, കാടിന്റെ മറുവശത്തായി കാണപ്പെടുന്നത് എന്ത്? കുന്നുകൾ, വയലുകൾ, പുഴ, തെങ്ങിൻതോപ്പ്. എന്തായിരിക്കും? കാടിന്റെ മറുവശത്തായി വയലുകൾ ഉണ്ടല്ലേ. അടുത്തത്, ചിലർ നൃത്തം ചവിട്ടുന്നു. ആരാണ് നൃത്തം ചവിട്ടുന്നത്? മാൻ, മുയൽ, മയിൽ, മൈന. ആരായിരിക്കും? മയിൽ. അടുത്ത പ്രവർത്തനം വിശകലനക്കുറിപ്പ്. എന്നാലും ഞങ്ങൾ പിടിച്ചു നിൽക്കും, കൊന്നാലും വീണ്ടും മുളച്ചു പൂക്കും, നന്മത്തിരി കത്തിച്ച 1000 കൈകൾ ഒന്നിച്ചു നീളുന്ന ചേല് കണ്ടോ? ഒന്നല്ലൊരു കോടി മാവേലിമാർ എന്ന കവിതയിലെ ഈ വരികൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നു. പ്രളയം നമ്മുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ ഉൾപ്പെടുത്തി വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക. നമുക്ക് ഈ പ്രവർത്തനം നോക്കാം. ഒരുമയുടെ കരുത്ത് തെളിയിച്ചുകൊണ്ട് 2018 വെള്ളപ്പൊക്കത്തെ നമ്മൾ അതിജീവിച്ചു. ഒന്നിച്ചു നിന്ന് പരസ്പരം സഹായിച്ച് നാം പ്രതിസന്ധിയെ മറികടക്കുകയായിരുന്നു. ഈ മുന്നേറ്റത്തെക്കുറിച്ചാണ് കവിതയിൽ കവി പറയുന്നത്. ഏത് പ്രതിസന്ധിയിൽ നാം പിടിച്ചു നിൽക്കും. പ്രകൃതി ദുരന്തങ്ങളിൽ നശിച്ചു എന്ന് തോന്നിയാലും വീണ്ടും മുളച്ചുയർന്ന് പൂക്കൾ വിരിയിക്കുന്ന തുമ്പയെയും കാക്കപ്പൂവിനെയും പോലെ ഏതു ദുരന്തം വന്നാലും വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ മനുഷ്യന് കരുത്തുണ്ട് എന്നാണ് കവി സൂചിപ്പിക്കുന്നത്. നന്മയുടെ തിരികത്തിച്ച് ആയിരക്കണക്കിന് കൈകൾ ഒന്നിച്ചു നീങ്ങുന്നതിൻ്റെ ഭംഗി കണ്ടോ എന്ന് കവി ചോദിക്കുന്നു. നന്മയുള്ള കുറേ മനുഷ്യർ ഒന്നിച്ചപ്പോൾ ഒരു വലിയ ദുരന്തത്തെ അതിജീവിക്കാൻ സാധിച്ചതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കള്ളവും ചതിയുമില്ലാത്ത എല്ലാവരും സമന്മാരായി കഴിഞ്ഞ ഒരു കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുകയാണ് മാവേലി. നന്മയുടെ വെളിച്ചം വിതറിയ ഓരോ മനുഷ്യനും ഓരോ മാവേലിയാണ്. അങ്ങനെ ആയിരക്കണക്കിന് മാവേലിമാർ നമ്മൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്നു. ആണായും പെണ്ണായും നമ്മുടെ നാടിന് കാവൽ നിൽക്കുന്നത് ഈ മാവേലിമാരാണ്. ഓണത്തിന് നന്മത്തിരി തെളിയിച്ച് നമ്മൾ ഒന്നിച്ചു പാട്ടുപാടും. കേരളം എന്ന സംഘഗാനമാണ് നാം പാടുന്നത്. ഒരേ സ്വരത്തിൽ, ഒരേ ഈണത്തിൽ, ഭാവത്തിൽ, താളത്തിൽ മനോഹരമായി നാം പാടും. മനുഷ്യജീവിതമെന്ന ഉയിർപ്പ് ഗാനമാണിത്. അങ്ങനെ നാം അതിജീവിക്കുമെന്നാണ് കവി പറയുന്നത്. ഒന്നിച്ചു നിന്നാൽ ഏതു പ്രതിസന്ധിയെയും മറികടക്കാൻ നമുക്ക് സാധിക്കും. നന്മയുടെ തിരികൾ അണയാതെ സൂക്ഷിക്കുക. നന്മകളുടെ വെളിച്ചമാണ് പ്രതിസന്ധികളുടെ ഇരുട്ടിനെ മറികടക്കാൻ നമുക്ക് കരുത്തു നൽകുന്നത്. അടുത്ത ചോദ്യം, ഇപ്പരുവത്തിൽ ചിരിക്കാൻ മേല ഒക്കെ പൊറുക്കണേ കവി ആരോടാണ് പറയുന്നത്? ഇപ്പരുവത്തിൽ ചിരിക്കാൻ മേല ഒക്കെ പൊറുക്കണേ കാക്കപ്പൂവേ. അല്ലേ? കാക്കപ്പൂവാണ് അതിൻ്റെ ഉത്തരം. അടുത്തത് പ്രവർത്തനം 3, കത്ത്. ഭൂമിക്ക് വേണ്ടി എന്ന പാഠഭാഗത്തിൽ ഗ്രേറ്റ ഡുൻബർഗ് നടത്തിയ സമരത്തെക്കുറിച്ച് പരിചയപ്പെട്ടല്ലോ.
ഇതുപോലെ നിങ്ങളുടെ പരിസരത്തുള്ള ഏതെങ്കിലും പരിസ്ഥിതി പ്രശ്നത്തെക്കുറിച്ച് സ്വന്തം അഭിപ്രായം കൂടി ഉൾപ്പെടുത്തി സുഹൃത്തിന് കത്ത് തയ്യാറാക്കുക. പ്രിയപ്പെട്ട അമ്മുവിന്, നിനക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്ലാസ്റ്റിക് ഉപയോഗം കൂടുതലാണല്ലേ? നാം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കവറുകൾ, മിഠായി കടലാസുകൾ, ബോൾ പെയിന്റ് പേനകൾ, സ്കെച്ച് പേനകൾ തുടങ്ങിയവ തന്നെ എത്രയാണ്? ഓരോ തവണയും വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങി വരുമ്പോൾ എത്ര പ്ലാസ്റ്റിക് കവറുകളാണ് നാം വീട്ടിലെത്തിക്കുന്നത്? ഇത് കുറയ്ക്കാൻ നമുക്ക് കഴിയും. നിന്റെ വീട്ടിലുള്ളവരോട് പറയണം ചണങ്ങ് കൊണ്ടുള്ള സഞ്ചി വാങ്ങി വയ്ക്കാൻ. കടയിൽ പോകുമ്പോൾ അത് കൊണ്ടുപോകുക. സ്കെച്ച് പേനകൾക്കു പകരം ചായ പെൻസിലോ ക്രയോണുകളോ ഉപയോഗിക്കുക. മിഠായി കടലാസ് വലിച്ചെറിയാൻ തുടങ്ങുമ്പോൾ പോലും അത് ചെയ്തതെന്ന് സ്വയം വിലക്കുന്ന നിലയിലേക്ക് മാറണം. ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. എന്ന് സ്വന്തം മീനു. അടുത്ത ചോദ്യം, ഗ്രേറ്റ ഥുൻബെർഗ് ഏത് രാജ്യക്കാരിയാണ് മക്കളെ? സ്വീഡൻ അല്ലേ? അടുത്തത് പ്രവർത്തനം 4, കഥാപാത്ര പരിചയം. എരുതിയിലുയരട്ടെ എന്ന പാഠഭാഗത്തിലെ പ്രധാന കഥാപാത്രമായ സൈക്കയുടെ സ്വഭാവ സവിശേഷതകൾ ഉൾപ്പെടുത്തി കഥാപാത്ര പരിചയം തയ്യാറാക്കുക. സൈക്കെ. ഈ കഥയിലെ നായികയാണ് സൈക്കെ. ഇറോസ് ദേവനെ അന്വേഷിച്ച് ഒരു പ്രാന്തിയെ പോലെ അലഞ്ഞു നടക്കുകയാണ് സൈക്കെ. ഒത്തിരി വിഷമങ്ങൾ സഹിച്ച് ഒടുവിൽ അവൾ ഇറോസ് ദേവനെ കണ്ടെത്തുന്നു. അടുത്ത പ്രവർത്തനം പോസ്റ്റർ. എല്ലാവരും സന്തോഷത്തോടെ കാത്തിരിക്കുന്ന ഒന്നാണല്ലോ സ്കൂൾ വാർഷികം. നിങ്ങളുടെ സ്കൂളിലെ വാർഷികാഘോഷത്തിന്റെ പോസ്റ്റർ തയ്യാറാക്കുക. വിശദാംശങ്ങൾ ചേർത്ത് ആകർഷകമാക്കുമല്ലോ. ബി ക്വസ്റ്റ്യൻ, ടോമോയിലെ കായികമേളയിൽ വിജയിയായത് ആര്? ടോട്ടോ അച്ഛൻ, യാസാക്കി-ചാൻ, തകഹാഷി, കൊബയാഷി. ആരാ മക്കളെ? തകഹാഷി അല്ലേ? നമുക്കിനി പോസ്റ്റർ നോക്കാം. കണ്ണൂർ UP സ്കൂളിൽ വാർഷികാഘോഷം. സ്ഥലം കണ്ണൂർ UP സ്കൂൾ ഓഡിറ്റോറിയം. സമയം രാവിലെ 10 മണി. ദിവസം ജനുവരി 1, 2 തിങ്കൾ, ചൊവ്വ. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ. ഏവർക്കും സ്വാഗതം. അടുത്തത് പ്രവർത്തനം 6, അനുഭവക്കുറിപ്പ്. മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന പാഠഭാഗത്തെ ഊഞ്ഞാലിന് വേണ്ടി വാശി പിടിക്കുന്ന ഉണ്ണിക്കണ്ണനെ ഓർമ്മയില്ലേ? നിങ്ങളും കുട്ടിക്കാലത്ത് ഇതുപോലുള്ള പലതരം വാശിയും ശാഠ്യവും പ്രകടിപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു പങ്കുവയ്ക്കുക. അപ്പോൾ മക്കളുടെ ചെറുപ്പത്തിലുണ്ടായ അനുഭവമാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അത് മക്കൾ ചെയ്തു നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ മക്കളെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നാളെ തന്നെ കാണാം.